الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ ശ്രമിക്കണേ എന്ന് ഉണർത്തുകയാണ്. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനുൽ ഇസ്ലാമിന് അതനുഷ്ഠിക്കുന്ന, ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് വന്നെത്തുന്നൊരവസ്ഥയെക്കുറിച്ച് കാലെ കൂട്ടി പ്രവചിച്ചത് ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഇസ്ലാം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധന തുടങ്ങുന്ന സമയത്ത് മക്കയിലെ മനുഷ്യരോട് പ്രവാചകന് പറയാനുണ്ടായിരുന്നത്, ലോകത്തേക്ക് അള്ളാഹു അയച്ച പ്രവാചകന്മാർ എല്ലാവരും പറഞ്ഞ ഇസ്ലാമിനെ കുറിച്ച് തന്നെയാണ്. വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളൊക്കെ ഇസ്ലാം എന്താണോ പ്രവാചകന്മാർ പഠിപ്പിച്ച അത് തന്നെയാണ് പ്രവാചകനും പറയാനുണ്ടായിരുന്നത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം അദ്ദേഹത്തിന്റെ ജനതയോട്, മക്കയിലുള്ള മനുഷ്യരോട് പറയുന്ന അവസ്ഥയിൽ ആ മനുഷ്യർക്ക് ആ കേൾക്കുന്ന കാര്യങ്ങൾ മുഴുവൻ തീർത്തും ഒരു അപരിചിതത്വവും പരിചയമില്ലാത്തതുമായിട്ടാണ് അനുഭവപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കിയിട്ട് അവരിങ്ങനെ അത്ഭുതം പറയും. എന്താണ് ഇദ്ദേഹം പറയുന്നത്? നമുക്കൊന്നും പരിചയമില്ലാത്ത, നമ്മുടെ മുൻഗാമികൾക്കറിയാത്ത ഒരു പുതിയ കാര്യം, പുതിയ മതവുമായി അത് വന്നിരിക്കുകയാണ്. പ്രവാചകനിൽ വിശ്വസിച്ച സ്വഹാബത്തിന്റെ അവസ്ഥകൾ കണ്ടിട്ട് അവർ പറയും, എന്താണ് ഇവരുടെ അവസ്ഥ? ഇവരുടെ സംസ്കാരം, ഇവരുടെ രൂപം, ഭാവം, ഇതൊക്കെ ഒരു പുതിയതാണ് എന്ന രൂപത്തിൽ അവർക്ക് തോന്നി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൽക്കാലത്ത് സ്വഹാബികളോട് പറഞ്ഞ കാര്യം ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം,
ബദഅൽ ഇസ്ലാമു ഗരീബൻ കമാ വസയഊദു കമാ ബദഅ ഗരീബൻ തൂബ ലിൽ ഖുറബാ. ഇസ്ലാം തീർത്തും അപരിചിതമായ ഒരു അവസ്ഥയിലാണ് തുടക്കം കുറിച്ചത്. അതിന്റെ തുടക്കം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് അതേപോലെ തന്നെ ഇനി വസയഊദു കമാ ബദഅ, എന്നാൽ അതുപോലെ അവസ്ഥയിലേക്ക് ഇസ്ലാമിന് മടങ്ങി വരാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞ് പിൽക്കാലത്ത് മനുഷ്യരുള്ളിടത്തെല്ലാം ഇസ്ലാം പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത രൂപത്തിൽ എത്തപ്പെട്ടിട്ടുണ്ട്, വളർന്നു വലുതായിട്ടുണ്ട്, പന്തലിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ ആ ഇസ്ലാമിനെ യഥാർത്ഥ രൂപത്തിൽ ഉൾക്കൊള്ളുന്ന മനുഷ്യർ, അവർക്ക് ഈ അപരിചിതത്വം അനുഭവപ്പെടും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫതൂബ ലിൽ ഖുറബാ. അതാർക്കാണോ ഈ അപരിചിതത്വം അനുഭവപ്പെടുന്നത്, ആരെ കണ്ടിട്ടാണോ മനുഷ്യർ ഇവർ പുതിയതാണ് പറയുന്നത്, എന്താണ് ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത്, അങ്ങനെ അപരിചിതത്വം അനുഭവിക്കേണ്ടി വരുന്നവർക്ക് എന്റെ മംഗളം. മറ്റൊരു റിവായത്തിൽ കാണാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോ സ്വഹാബികൾ ചോദിച്ചു, അമനിൽ ഖുറബാ യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ ഈ ഉറബാക്കൾ, എന്താണ് അവരുടെ പ്രത്യേകത? പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നുസാഉ മിനൽ ഖബാഇൽ, സ്വന്തം കുടുംബത്തിൽ നിന്ന്, ഗോത്രങ്ങളിൽ നിന്ന് വരെ അവർ മാറ്റപ്പെടും, അവർ തിരസ്കരിക്കപ്പെടും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും വിശദീകരിച്ചു, അല്ലദീന യസ്ലഹൂന ഇദാ അഫ്സദ അന്നാസ്, ജനങ്ങൾ കേടുവരുത്തിയ മതത്തെ അവർ നന്നാക്കും. ആളുകൾ മതമായി പറയുകയും പ്രചരിപ്പിക്കുകയും അനുഷ്ഠിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ പലതും പുതിയതായിരിക്കും, മതത്തിൽ ഇല്ലാത്തതായിരിക്കും. അതുകൊണ്ട് അവരതിനെ ശരിയാക്കും. മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു, ഇന്നദ്ദീന ബദഅ ഗരീബൻ വയർജിഉ ഗരീബാ, ഈ മതം അതിന്റെ ആരംഭമുണ്ടായിട്ടുള്ളത് അപരിചിതത്തിലാണ്, അതുപോലെ വീണ്ടും അങ്ങോട്ട് തന്നെ മടങ്ങും. ഫതൂബാ ലിൽ ഖുറബാ, അന്ന് ഖുറബാക്കൾക്ക് മംഗളം. അല്ലദീന യസ്ലിഹൂന മാ അഫ്സദ അന്നാസ് മിൻ ബഅദി മിൻ സുന്നതി, എനിക്ക് ശേഷം ഈ മതത്തെ കേടുവരുത്തുന്ന മനുഷ്യർ, അവർക്കിടയിൽ എന്റെ സുന്നത്ത് വെച്ച്, എന്റെ ഹദീസുകൾ വെച്ച്, എന്റെ ജീവിതം വെച്ച് ആ മതത്തെ ശരിയാക്കുന്നവരാണ് അവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നത് കാണാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉറബാക്കളെ കുറിച്ച് പറയുന്നിടത്ത് പ്രവാചകൻ പറഞ്ഞു, ഖൗമുൻ സ്വാലിഹൂൻ, അവർ നല്ല മനുഷ്യരാകും. വലാകിൻ ഖലീൽ, പക്ഷെ അവർ വളരെ കുറവായിരിക്കും. എന്നാൽ ഫീ നാസിൻ സൂഇൻ കസീർ, അവർ ജീവിക്കുന്ന ചുറ്റുപാടിൽ ധാരാളം മനുഷ്യർ ഉണ്ടാകും. അവർ മോശപ്പെട്ട മനുഷ്യരായിരിക്കും, തിന്മ ചെയ്യുന്നവരായിരിക്കും. മയ്യഅസിയഹും അക്സറു മിമ്മൻ യുതീഉഹും, അവർ പറയുന്നത് ചെവി കൊടുക്കുന്ന, അവരെ അനുസരിക്കുന്ന ആളുകളെക്കാൾ അവരെ എതിർക്കുന്ന, അവരെ കുറ്റം പറയുന്ന, നാട്ടി ഓടിക്കുന്ന മനുഷ്യരായിരിക്കും അവരുടെ ചുറ്റും ധാരാളം ഉണ്ടായിരിക്കുക. ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് അഹ്ലുസുന്നയുടെ അറിയപ്പെടുന്ന ഒരു മഹാപണ്ഡിതനാണ്. അദ്ദേഹം ഈ ഹദീസുകളെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് കാണാം, ഉറബാക്കൾ രണ്ടു വിഭാഗമായി അവരെ തിരിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മംഗളം ചേർന്ന ആളുകളെ ആരാണ് അവർ? അഹദുഹുമാ മിൻ യസ്ലഹു നഫ്സഹു ഇൻദ ഫസാദിൻ നാസ്, ജനങ്ങൾ മുഴുവൻ അധർമ്മത്തിലും അന്യായത്തിലും പുതിയ കാര്യത്തിലുമൊക്കെ മുഴുകുമ്പോ സ്വന്തം കാര്യം മുമ്പത്തേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നവർ. അതാണ് അവരുടെ ക്വാളിറ്റി. ആളുകളൊക്കെ തോന്നിവാസത്തിലും അധർമ്മത്തിലും ഒക്കെ ഉണ്ടാകുമ്പോ മുമ്പുള്ളതിനേക്കാൾ ജീവിതത്തിൽ നിഷ്ഠ പുലർത്തുന്നവർ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർ. വസാനി, രണ്ടാമത്തെ ആളുകൾ, മൻ യുസ്ലിഹു മാ അഫ്സദ അന്നാസ്
വഹുവ അലൽ ഖിസ്മൈനി വഹുവ അഫ്ളലുഹുമാ. രണ്ടാമത്തെ വിഭാഗം ആളുകൾ ഉറവാക്കൾ ഇപ്പോഴും അവർ സ്വന്തം ശ്രദ്ധിക്കുമെന്ന് മാത്രമല്ല, ജനങ്ങൾ കേടുവരുത്തിക്കൊണ്ടിരിക്കുന്ന, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ധർമ്മങ്ങളെ, നീതിയെ, മതത്തെ അത് ശരിയാക്കാനും ശ്രമിക്കുന്നവരാണ്. ഈ രണ്ടെണ്ണത്തിൽ രണ്ടാമത് പറഞ്ഞവരാണ് അഫ്ളലായിട്ടുള്ളവർ എന്നാണ് ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി സൂചിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്ന കാര്യം അതുപോലെ ജീവിതത്തിൽ അനുഭവിക്കാൻ വിധിക്കപ്പെട്ട ആളുകളാണ് നമ്മൾ. ഇന്ന് ഒരു മുസ്ലിമായ മനുഷ്യൻ അവന്റെ ദീൻ, അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും അനുസരിച്ച് ജീവിതത്തിൽ കൊണ്ടുവരണമെങ്കിൽ വല്ലാത്ത പ്രയാസമാണ്. തീർത്തും അപരിചിതത്വം അനുഭവപ്പെടുന്ന അവസ്ഥ. ഇതിനേക്കാൾ മോശമായിരിക്കും അടുത്ത തലമുറകളിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, യഅതി അലന്നാസി സമാനുൻ. ഈ ഉമ്മത്തിന്, ജനതക്ക് ഒരു കാലഘട്ടം വരാറുണ്ട്. എന്താണ് കാലഘട്ടത്തിന്റെ പ്രത്യേകത? ഖാബിദു ഫീഹി അലാ ദീനിഹി. ദീൻ മുറുകെ പിടിച്ച് ജീവിക്കണമെന്നൊരാൾ തീരുമാനിക്കുന്നുവെങ്കിൽ, എനിക്ക് മതമനുസരിച്ച് ജീവിക്കണം, ഇസ്ലാം അനുസരിച്ച് ജീവിക്കണമെന്നൊരാൾ തീരുമാനിച്ചാൽ, കൽ ഖാബിദി അലാ ജംബി, അയാൾ ഒരു തീക്കനൽ കയ്യിൽ മുറുകെ പിടിക്കുന്നതിനേക്കാളും, അല്ലെങ്കിൽ അതുപോലെ അയാൾക്ക് അനുഭവപ്പെടും. ഒരു തീയിന്റെ കഷ്ണം ഇങ്ങനെ കയ്യിൽ പിടിക്കാൻ എത്ര പ്രയാസമുണ്ടോ, അതേപോലെയുള്ള പ്രയാസം ദീനനുസരിച്ച് ജീവിക്കണമെങ്കിൽ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ആ കാലഘട്ടത്തിലും അങ്ങനെ ക്ഷമിച്ച് സഹിച്ച് ജീവിക്കുന്ന മനുഷ്യർക്ക് വലിയ പുണ്യമുണ്ട്. അത് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ വറാഇക്കും അയ്യാമസ് സബ്ർ ഫി ഇന്ന മിസ്ലു ഖബ്ദിൻ അലൽ ജം. നിങ്ങൾക്ക് പിറകെ, സഹാബത്തിനോട് പറയാൻ, നിങ്ങൾക്ക് പിറകെയുള്ള ഒരു കാലഘട്ടം വരാനുണ്ട്. അന്ന് തീക്കനൽ പിടിച്ച് കഴിയുന്നത് പോലെ ദീനനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യർ, അങ്ങനെയുള്ള ആളുകളിൽ ആമിലി ഫീഹിന്ന മിസ്ലു അജ്രി 50 റജുലൻ യഅമലൂന മിസ്ല അമലിക്കും. സഹബത്തെ, അന്നൊരാൾ ചെയ്യുന്ന അമലുകൾക്ക് നിങ്ങളിൽ 50 പേര് ചെയ്യുന്ന അമലിന്റെ പുണ്യമാണ്, പ്രതിഫലമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്നത്. സ്വഹാബികൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അജ്റു 50 മിൻഹും, അവരിൽ അന്ന് ജീവിക്കുന്ന മനുഷ്യരിൽ 50 ആളുകൾ ചെയ്യുന്ന പുണ്യം ഇങ്ങനെ ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്കുണ്ട് എന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാൽ അജ്റു 50 മിൻകും, നിങ്ങൾ സ്വഹാബത്ത്, നിങ്ങളിൽ 50 ആളുകൾ ചെയ്യുന്ന പുണ്യം അവരിൽ ഒരാൾക്ക് കിട്ടുന്ന അവസ്ഥ ഉണ്ടാകും. അതിന്റെ അർത്ഥം എന്താ? മറുവശം അത്രയും പ്രയാസം അനുഭവിക്കുന്ന അവസ്ഥ ദീനുമായി ബന്ധപ്പെട്ട് വരും എന്നർത്ഥം, അല്ലേ? നിങ്ങൾ നോക്ക്, നമ്മളിതിങ്ങനെ പറയുന്നതിനപ്പുറത്ത് ജീവിതത്തിന്റെ ഓരോ ഭാഗത്തേക്കും വലിയ തെറ്റായി കണ്ടിരുന്ന, വളരെ മോശമായി കണ്ടിരുന്ന, ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നോർമലൈസ് ചെയ്ത് നമ്മുടെയൊക്കെ വീടുകളിൽ, അകത്തളങ്ങളിൽ, മക്കളിൽ, സമൂഹത്തിൽ അതിങ്ങനെ വ്യാപിക്കുമ്പോ അതിന്റെ കൂടെ കൂടേണ്ടി വരുന്ന ദുരവസ്ഥയാണത്. അതിനെ എതിർക്കുമ്പോഴോ അപ്പോഴാണ് അത് ഉണ്ടാവുന്നത്, ഈ പറഞ്ഞ അവസ്ഥയ്ക്ക് ഉണ്ടാവുന്നത്. എന്തുകൊണ്ടാ? നിങ്ങൾ ആലോചിച്ച് നോക്കുന്നതിൽ ചെറുപ്പക്കാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, നമ്മുടെ മക്കൾ, നമ്മുടെ മകൾ, നമ്മുടെ മകൻ. അവരോട് നിങ്ങളൊന്ന് ഉപദേശിച്ച് നോക്ക്, പറഞ്ഞു നോക്ക്, എന്താ മറുപടി ഉണ്ടാവുക? എന്താ നിങ്ങൾ ഇങ്ങനെയെന്നാ ചോദിക്കുക? ഈ കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെ എന്താ പറയുന്നതെന്നാ ചോദിക്കുക? ദീനുൽ ഇസ്ലാമിന്റെ ഷിആറുകൾ പാലിക്കപ്പെടുന്ന ഒരു മനുഷ്യനെ, വേഷം കാട്ടുന്ന മനുഷ്യനെ അത്ഭുതത്തോടുകൂടി സമൂഹം നോക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. ഏതെങ്കിലും ഒരു കാര്യം ഇതുപോലെ പറഞ്ഞ എന്താ പറയാറ്? ഈ ദുനിയാവിലെ ജീവിതം ഇങ്ങനെ കുറച്ചൊക്കെ ആസ്വദിക്കാനുള്ളതാണ്,
നിങ്ങൾ ഈ പറയുന്നത് പോലെ ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ന്യായീകരിക്കുക. എന്തുകൊണ്ടാ സുഹൃത്തുക്കളെ? അവിടെ എന്താണ് പരിഹാരം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ രൂപത്തിൽ ഒരാൾക്ക് ജീവിക്കണമെങ്കിൽ എന്താ? ഈ ദുനിയാവിന്റെ നശ്വരതയും പരലോകത്തിന്റെ വിശാലതയും ബോധ്യപ്പെടുത്തുക സ്വന്തം മനസ്സിനെ എന്നല്ലാതെ മറ്റൊന്നുമില്ല. മറ്റൊന്നുകൊണ്ട് കഴിയില്ല. ഈ ദുനിയാവിന്റെ നശ്വരതയെ കുറിച്ച് ബോധ്യപ്പെടുത്തുക എന്നതല്ലാതെ മറ്റൊന്നുമില്ല. പക്ഷെ പലപ്പോഴും തരൂ ബൽ തൂസിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. പറഞ്ഞില്ലേ, നിങ്ങൾ ദുനിയാവിനെ തെരഞ്ഞെടുത്തു, എന്നാൽ യഥാർത്ഥത്തിൽ ബാക്കിയാകുന്നത് ആഖിറത്ത. ഇത് നമ്മുടെ മനസ്സിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇതൊരു സത്യം. മഹാനായ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നത് കാണാം. വഖാല മാലിക് ഇബ്നു ദീനാർ, മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ലൗ കാനത്തിദ് ദുനിയ മിൻ ദഹബിൻ യഫ്നാ വൽ ആഖിറതു മിൻ ഖദ്ഫിൻ യബ്ഖാ ലകാന الواجب അൻ യുഖ്സറ ഖദ്ഫിൻ യബ്ഖാ അലാ ദഹബിൻ യഫ്നാ. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഒരാളുടെ മുമ്പിൽ നല്ലൊരു സ്വർണ്ണക്കട്ട വന്നു, മുമ്പിൽ ഒരു സ്വർണത്തിന്റെ കഷ്ണം, അയാളുടെ മുമ്പിൽ ഒരു മണ്ണിന്റെ കുറച്ച് ഭാഗമുണ്ട്. ഈ സ്വർണം വളരെ പെട്ടെന്ന് നശിക്കും എന്ന് അയാൾക്ക് ബോധ്യമുണ്ട്. ഈ മണ്ണ് അയാൾക്ക് നിലനിർത്താൻ പറ്റും, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പിന്നീടും ആക്കാം എന്ന് അയാൾക്കറിയാം. എങ്കിൽ ലകാനൽ വാജിബ്, അയാളുടെ മേൽ നിർബന്ധമാണ് ഈ എന്നും നിലനിൽക്കുന്ന മണ്ണ് തെരഞ്ഞെടുക്കുക എന്നുള്ള ബുദ്ധിയുള്ള ഒരു മനുഷ്യന്റെ ബാധ്യതയാണ്. എന്നാൽ പരലോകമാകട്ടെ എങ്ങനെയാണ്? സത്യം എന്താണ്? ഈ മുമ്പിൽ നിൽക്കുന്ന സ്വർണ്ണക്കട്ട അതെന്നും നിലനിൽക്കുന്നതാണ്. അങ്ങനെയാണ് പരലോകത്തേക്ക് മുമ്പിലുള്ളത് സ്വർണ്ണാണ്, അതെന്നും നിലനിൽക്കുന്നതാണ്. നഷ്ടപ്പെടുന്ന ഒരു മണ്ണും കഷ്ണാണ് അപ്പുറത്തുള്ളത്. എന്നാൽ മനുഷ്യർ ഇതിനൊഴിവാക്കിയിട്ട് ഇതെടുക്കുന്നതിന് പോലെയാണ്. മറ്റൊരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അമ്മാമൻ തഗാ വആതറൽ ഹയാത്തദ് ദുനിയാ ഫഅമ്മാമൻ തഗാ വആതറൽ ഹയാത്തദ് ദുനിയാ ഫഇന്നൽ ജഹീമ ഹിയൽ മഹ്വാ. ആർക്കാ നരകം എന്നാ പറയുന്നത്? അവർ തുഗ്യാനിയത്ത് കാണിച്ചു, അക്രമം കാണിച്ചു. എന്ന് പറഞ്ഞാൽ എന്താണ് അക്രമം? ജാവസൽ ഹദ്ദ് ഫിൽ കുഫ്രി വൽ അസ്യാൻ. അല്ലാഹു വരച്ചു കാണിച്ചു തന്നിട്ടുള്ള അതിർവരമ്പുകൾ ലംഘിച്ചു. കുഫറിന്റെ വിഷയത്തിൽ, തിന്മകളുടെ വിഷയത്തിൽ അതൊന്നും ശ്രദ്ധിക്കാതെ പോയി. എന്നാലോ വആതറൽ ഹയാത്തദ് ദുനിയ, എന്തായിരുന്നു കാര്യം? അവർ ദുനിയാവിനെ തെരഞ്ഞെടുത്തു. ഖദ്ദമ അനിൽ ആഖിറ വലം യസ്തഇദ്ദ ലഹ വല അമില ലഹ. അവരുടെ മുമ്പിൽ ആഖിറമുണ്ട്, പക്ഷെ അതിനുവേണ്ടി അവർ പണിയെടുത്തില്ല, അവർ ഒരുങ്ങിയില്ല. പലപ്പോഴും അതിർലംഘിക്കാൻ കാരണം ഈ ദുനിയാവിനോടുള്ള അടങ്ങാത്ത ഹുബ്ബും സ്നേഹവുമാണെന്നർത്ഥം. കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില വതദറൂനൽ ആഖിറ. സൂറത്ത് ഖിയാമയിൽ പറഞ്ഞു, നിങ്ങൾ, അവിടെ പ്രയോഗിച്ച വാക്ക് നോക്കൂ, നിങ്ങൾ ദുനിയാവിനെ ക്ഷണികമായ ഏത് നിമിഷവും. സുഹൃത്തുക്കളെ, നമ്മൾ ഇങ്ങനെ വേക്കോട്ട് ആലോചിച്ചിട്ട് നമ്മുടെ കൂടെ പഠിച്ചവർ, കൂടെ നടന്നവർ, കൂടെ കളിച്ചവർ, നമ്മെക്കാൾ എന്തുകൊണ്ടും ഭൗതികമായ മാനദണ്ഡങ്ങൾ വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ, ആരോഗ്യമാവട്ടെ, സമ്പത്താവട്ടെ, അധികാരങ്ങളാവട്ടെ, നമ്മെക്കാൾ എന്തുകൊണ്ടും ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയുണ്ടായിരുന്ന മനുഷ്യർ, അങ്ങനെയാണ് മാനദണ്ഡമെങ്കിൽ അവർക്ക് മണ്ണിനടിയിലാണ്. ക്ഷണികമായി ഇതിനെ നിങ്ങൾ തെരഞ്ഞെടുക്കുന്നു. എന്നാൽ വയദറൂനൽ ആഖിറ, ആഖിറത്തിനെ നിങ്ങൾ നെവർ മൈൻഡ് ചെയ്യുന്നു. ഇമാം ഷൗക്കാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഫത്ഹുൽ കബീറിൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്ന, ഇന്നഹും ഇന്നമാ ഹിമ്മത്തുഹും ഇലാ ദാരിദ് ദുനിയൽ ആജില. തീർച്ചയായിട്ടും അവരെന്താ? ഈ ക്ഷണികമായ ദുനിയാവിന്റെ അതിന്റെ പിറകെ ഓടിക്കൊണ്ടിരിക്കുക. നിങ്ങൾ പറഞ്ഞു നോക്ക്, എന്താ കാര്യം? എന്തെങ്ങനെയാന്ന് ചോദിച്ചു നോക്ക്. പറയാനുള്ളത് എന്റെ കോളേജിൽ എല്ലാവരും ഇങ്ങനെയാണ്, നാട്ടുകാരൊക്കെ ഇങ്ങനെയാണ്, ഈ ദുനിയാവ് ഇങ്ങനെയാണ്, അല്ലേ? പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ തീർത്ഥം അപരിചിതത്വം.
ഒരു 18 വയസ്സ് 19 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഇസ്ലാം നിർദ്ദേശിച്ച രൂപത്തിൽ വിവാഹം കഴിച്ചെന്ന് വിചാരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅ വൽ ഖുവ ഫല്യതസവ്വജു. യുവാക്കളെ, നിങ്ങൾക്ക് ശാരീരിക മാനസിക പക്വതയും ആവശ്യമെത്തിയാൽ നിങ്ങൾ വിവാഹം കഴിക്കണം. ഇത് മനസ്സിലാക്കിയിട്ട് ഒരാൾ 19 വയസ്സ് 20 വയസ്സായപ്പോൾ വിവാഹം കഴിച്ചു. ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതം തോന്നുന്നു, അല്ലേ? എന്താ ഈ പറയുന്നത്? അവൻ എന്തൊരു അപരാധം ചെയ്യുന്ന രൂപത്തിലായിരിക്കും. ഇതിന്റെ അർത്ഥം ഞാൻ 18 വയസ്സുള്ള എല്ലാവരോടും കല്യാണം കഴിക്കണം പറഞ്ഞതല്ല. എന്നാൽ അതേ രൂപത്തിൽ ഒരു 15-കാരൻ 16-കാരൻ അവൻ യാതൊരു ബന്ധവുമില്ലാത്തൊരു പെൺകുട്ടിയുമായി ഇടപഴകുന്നതോ സംസാരിക്കുന്നതോ വാഹനത്തിൽ പോകുന്നതോ കണ്ടാൽ എന്താണ് സമൂഹത്തിന്റെ പ്രതികരണം? നമ്മുടെ അടക്കം മാനസികാവസ്ഥ. അത് പുതിയ കാലത്ത് അങ്ങനെ കണ്ടോ? എന്താ ചെയ്യുക? നമ്മുടെ സമാധാനിക്കാറുണ്ട്. അങ്ങനെയല്ലേ സുഹൃത്തുക്കളെ? ഒന്ന് ദീനാണ്, ഇസ്ലാമാണ്, അള്ളാഹു അനുവദനീയമാക്കിയതാണ്. അതിനോട് വെറുപ്പും തീർത്തും അന്യായമായ അക്രമമായ ഒരു ന്യായവും പറയാനില്ലാത്ത കാര്യം മനസ്സിൽ സ്വീകരിക്കും. ഇതുതന്നെയാണ് നമ്മളറിയാതെ നാം അറിയാതെ നമ്മളിലേക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്, അല്ലേ? പരലോകം അതിനെക്കുറിച്ച് ചിന്തിക്കലും അതുപോലുള്ള കാര്യം ചെയ്യലും മാത്രമാണ്. പിന്നെന്താ പറയാറുള്ളത്? നാടോടുമ്പോ നടുവോടണം. ഭൂരിപക്ഷം എങ്ങനെയാണ്? എല്ലാവരും അങ്ങനെയാണ്. 5 നേരം നമസ്കരിക്കുന്ന ദീനനുസരിച്ച് ജീവിക്കണമെന്ന് പറയുന്നവർക്ക് പോലും അവനവനുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ, പ്രത്യേകിച്ച് വിവാഹ സൽക്കാരങ്ങൾ, അതുപോലുള്ള ഓരോ വിഷയങ്ങളും അവിടെ എത്തുമ്പോ പാളിപ്പോവാണ്. സമ്മർദ്ദങ്ങൾ താങ്ങാൻ വയ്യാത്ത അവസ്ഥ വരെയാണ്, നിലപാടെടുക്കാൻ പറ്റാതെ വരെയാണ്, അല്ലേ? ഭൂരിപക്ഷം സുഹൃത്തുക്കളെ ഏതെങ്കിലും വിഷയത്തിൽ തെളിവാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ജനാധിപത്യത്തിന്റെ ആളുകളായതുകൊണ്ട് അവിടെ ഭൂരിപക്ഷത്തിനൊരു കാര്യമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഏതെങ്കിലും വിഷയത്തിന് ഭൂരിപക്ഷം തെളിവാ. വിശുദ്ധ ഖുർആനിൽ എത്രയോ വചനങ്ങൾ കാണാം. സൂറത്ത് അൻആമിലെ 116 കാണാം, വഇൻ തുതി അക്സറു മൻ ഫിൽ അർളി യുളില്ലൂക അൻ സബീലില്ലാഹ് ഇൻ യത്തബിഊന ഇല്ല വൻ വഇൻഹും ഇല്ലാ യഹ്റുസൂൻ. ഖുർആൻ പറയുന്നുണ്ട്, മുഹമ്മദ് നബിയെ, നിങ്ങൾ വഇൻ തുതി അക്സറ മൻ ഫിൽ അർള്, ഭൂമിയിൽ ഭൂരിപക്ഷത്തെയാണ് നിങ്ങൾ അനുധാവനം ചെയ്യുന്നതെങ്കിൽ, അനുസരിക്കുന്നതെങ്കിൽ, യുളില്ലൂക അൻ സബീലില്ലാഹ്, ഒരു സംശയമില്ലാതെ പറയാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് താങ്കളെ അവർ തെറ്റിച്ച് കളയുക തന്നെ ചെയ്യും. അവർ കുറെ ധാരണകളെയാണ് പിൻപറ്റുന്നത്, അവരുടെ കുറെ വിചാരങ്ങളെ. എന്താ അള്ളാഹുവിന്റെ പ്രയോഗം അറിയോ? കുറെ അതിവാദങ്ങളും ന്യായീകരണങ്ങളുമാണ് അവർക്ക് പിൻപറ്റാനുള്ളത്. നിങ്ങൾ പറഞ്ഞു നോക്ക്, ഏതെങ്കിലും വിഷയത്തിൽ ദീനിന് നിരക്കാത്ത ഏത് വിഷയം, പലിശയുമായി ബന്ധപ്പെട്ട് ആരാ അങ്ങനെയുള്ളത്? അങ്ങനെ ചോദിക്കുക. എങ്ങനെ അത് സാധിക്കുക? അങ്ങനെയൊക്കെയാണ് ചോദിക്കാറ്, അല്ലേ? ഖുർആൻ പറയാൻ അവർക്ക് അതിവാദങ്ങൾ ന്യായീകരണങ്ങൾ പറയാറുണ്ട്. എന്നാൽ ഭൂരിപക്ഷത്തെ പിന്തുടരുകയല്ല വേണ്ടത്. മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് കാണാം, അഖ്ബറഹുല്ലാഹു സുബ്ഹാനഹു ബിഅന്നഹു ഇദാ റാമ ത്വാഅ, അനുസരണത്തിന്റെ വിഷയത്തിൽ ഭൂരിപക്ഷമാണ് മാനദണ്ഡമെടുക്കുന്നതെങ്കിൽ അക്സറ മൻ ഫിൽ അർളി അളല്ലൂ, അങ്ങനെ ഒരാൾ തീരുമാനിച്ച അയാൾ പിഴവിലാണ്, അയാൾ പിഴവിൽ തന്നെയാണ്. കാരണം ലിഅന്നൽ ഹഖ്ക ലാ യകൂനു ഇല്ലാ ബിയദിൽ അഖല്ലീൻ, എന്നും ഹക്ക് എന്ന് പറയുന്നത് വളരെ കുറച്ച് മനുഷ്യരുടെ കൈകളിൽ ഉള്ളതാണ്. വമിൻഹുമുത് ത്വാഇഫത്തു അല്ലതി തദാലു അലൽ ഹഖ് ലാ യദുറുഹാ ഇലാ ഖിലാഫ് മൻ യുഖാലിഫുഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിന്റെ ആശയം പറയും എന്താണ്? അത് ഹക്ക്, അത് ഉൾക്കൊള്ളുന്ന കുറച്ച് വിഭാഗം ആളുകൾ എന്തൊക്കെ ചെയ്താലും അത് നിലനിൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഭൂരിപക്ഷം ഇതിനൊന്നും തെളിവില്ല. സൂറത്ത് യൂസുഫിൽ 103 അല്ലാഹു പറയാം, നബിയെ, നിങ്ങൾ എത്ര ആഗ്രഹിച്ചിട്ടും കാര്യമില്ല, മഹാഭൂരിപക്ഷം മനുഷ്യരും വിശ്വാസികളാവുകയില്ല. മറ്റൊരു സ്ഥലത്ത് ധാരാളം മനുഷ്യർ, മഹാഭൂരിപക്ഷം വിശ്വാസികളല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ദീൻ അത് അപരിചിതത്വം അനുഭവപ്പെടുന്നു. ഇതെന്തെങ്ങനെ എന്ന് ചോദിക്കുന്നുവെങ്കിൽ
നമ്മൾ കൊണ്ട് നടക്കുന്നത് ന്യായമാണെങ്കിൽ ഖുർആനും ഹദീസ് അനുസരിച്ചാണെങ്കിൽ അത് ആചാരങ്ങളാവാം, അനുഷ്ഠാനങ്ങളാവാം, മുആമലാത്തുകളാവാം, ഇടപഴകുന്ന ഏത് വിഷയത്തിലും നിലപാട് പറയുന്നിടത്ത് ചിലപ്പോൾ വീട്ടിൽ നിന്നാ പറയാം, നിങ്ങൾ മാത്രം ഇങ്ങനെ, നിനക്ക് മാത്രം ഇതുപോലുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറയാം. ആ സമയത്തൊരു അപരിത്വം അനുഭവപ്പെടുന്നുവെങ്കിൽ തൂബാലിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവർക്ക് മംഗളം. വഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വബഅദ് യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. പറഞ്ഞതിന്റെ അർത്ഥം, ഒരു മുസ്ലിമായ മനുഷ്യൻ സമൂഹത്തിൽ യാതൊരു ബന്ധവുമില്ലാതെ തികച്ചും മറ്റൊരു അന്യഗ്രഹ ജീവിയെ പോലെ ജീവിക്കണം എന്നാലും മനസ്സിലാക്കരുത്. അതല്ല അർത്ഥമാക്കുന്നത്. ഈ ദുനിയാവിൽ അനുഭവിക്കാനുള്ളതും ആസ്വദിക്കാനുള്ളതും അനുവദിക്കപ്പെട്ടതുമായ കാര്യങ്ങളെല്ലാം നന്നായി ആസ്വദിക്കുന്നവരും അനുഭവിക്കുന്നവരും യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്നവരാണ്. സമാധാനത്തോടുകൂടി സ്വസ്ഥതയോടുകൂടി അതിന്റെ എല്ലാ ആനന്ദങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ കഴിയുക അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്നവർക്കാണ്. കാരണം മനുഷ്യ പ്രകൃതി എന്താണോ അതാണ് മതം. മനുഷ്യ പ്രകൃതി തേടുന്നതാണ് മതം. അതല്ലാത്തത് പൈശാചികമോ മനുഷ്യരുണ്ടാക്കിയതോ മനുഷ്യ ചിന്തയിൽ ഉദിച്ചതൊക്കെയാണ്. അത് മനുഷ്യർക്ക് താൽക്കാലികമായി ഹരം, രസം ഒക്കെ തോന്നുമെങ്കിലും അതിന്റെ പരിണിത ഫലങ്ങൾ അത് പുറത്തു വരുമ്പോ വളരെ മോശമായിരിക്കും. ഏത് വിഷയം അങ്ങനെ എന്റെ അവസാനം അങ്ങനെയായിരിക്കും അല്ലേ? മുസ്ലിമായ ഒരു മനുഷ്യൻ സമൂഹത്തോട് ഇടപഴകി ജീവിക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ മുഅ്മിൻ അല്ലദീ യുഖാലിതുൻ നാസ് വയസ്ബിറു അലാ അദാഹും ഖൈറും മിനൽ മുഅ്മിൻ അല്ലദീ ലാ യുഖാലിതുൻ നാസ് വലാ യസ്ബിറു അലാ അദാഹും. ഒരു മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ, അയാൾ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നു. അവർക്കിടയിൽ നിന്ന് വരുന്ന പ്രയാസങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്നു. അവനാണ് ഇതിനൊന്നും ശ്രദ്ധിക്കാതെ ഒരു മുഅ്മിനായി ജീവിക്കുന്ന മറ്റൊരു മുഅ്മിനിനേക്കാളും ഖൈറായിട്ടുള്ളവനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പച്ച മനുഷ്യനായി ജീവിച്ചിട്ടുണ്ട്. പ്രവാചകനാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശ്റഫുൽ ഖൽഖാണ്, അല്ലാഹു സൃഷ്ടിച്ച സൃഷ്ടികളുടെ ഏറ്റവും ശ്രേഷ്ഠനാണ്. എന്നാലും ആ പ്രവാചകൻ മനുഷ്യൻ എന്ന നിലയിൽ എല്ലാ മേഖലകളിലും അയൽപക്ക ബന്ധം നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ട്, സുഹൃത്ത് ബന്ധം നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു ഭരണാധികാരി എന്ന നിലക്ക് അവിടെ നന്നായി ശോഭിച്ചിട്ടുണ്ട്. ഓരോ വിഷയവും നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല, ഇതിലൊക്കെ ഇടപെട്ടിട്ടുണ്ട് അല്ലേ? ഓരോ കാര്യത്തിനും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വരുന്ന കുത്തുവാക്കുകളും ബാക്കിയുള്ള കാര്യങ്ങളും ആരോടും ഒരു ബന്ധമില്ല. പള്ളിയിൽ ഒന്ന് നിസ്കരിച്ച് പോകുന്നു, വീട്ടിൽ നിന്ന് തന്റെ ഇബാദത്ത് വേറൊന്നും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെയല്ല. ജനങ്ങൾക്കിടയിൽ ജനങ്ങളുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കി തിരുത്തേണ്ടത് തിരുത്തി അവരുടെ കൂടെ അവരിൽ ഒരാളായി നമ്മുടെ ഐഡന്റിറ്റി സൂക്ഷിച്ചുകൊണ്ട് തന്നെ ജീവിക്കാൻ പറ്റണം. അതാണ് മുസ്ലിം, അതാണ് യഥാർത്ഥ വിശ്വാസി. അവിടെയാണ് ജനങ്ങൾ ഒഴുകുന്നിടത്തേക്കല്ല സത്യത്തിന്റെ വഴി അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. നരകവാസികൾ നരകത്തിൽ കിടന്ന് പറയുന്ന വാചകം ആണ് ഖുർആനിൽ. ഞങ്ങൾ അവരിങ്ങനെ ഒഴുക്കിനൊപ്പം ജനങ്ങളൊക്കെ അങ്ങനെ ചെയ്തു, ഞങ്ങളും അങ്ങനെ ചെയ്തു. നാട്ടുകാരൊക്കെ എങ്ങനെയാണ്, അല്ലെ നമുക്ക് ഇതൊന്നും പരിചയമില്ല, അതുകൊണ്ട് ആളുകളൊക്കെ അവർ പറയും അങ്ങനെയൊക്കെ പറഞ്ഞ് അവരുടെ കൂടെ കൂടി, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനായി എന്ന് ഖേദിക്കുന്നത് വിശുദ്ധ ഖുർആൻ കാലെ കൂട്ടി പറയുന്നത് കാണാൻ പറ്റും. സമൂഹത്തിന് അടുത്ത തലമുറകൾക്ക് നേതൃത്വം കൊടുക്കേണ്ട നമ്മുടെ കുട്ടികളാണ്, വളർന്നു വരുന്ന മക്കൾ. ആ കുട്ടികളെ, അടുത്തൊരു തലമുറയെ
വാർത്തെടുക്കാൻ ഏറ്റവും ശ്രദ്ധ ചെലുത്തേണ്ട ആളുകൾ അധ്യാപകരാണ്. ഈ കൂട്ടത്തിൽ അധ്യാപകരുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ പലപ്പോഴും എന്റെ ദുഃഖം, സങ്കടം എന്ന് പറയുന്നത് കേവലം ഒരു ജോലി എന്നതിനപ്പുറത്ത് പലപ്പോഴും ഇതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന ആളുകളുണ്ട്. ഒരു പൗരൻ അല്ലെങ്കിൽ ഒരു കുട്ടി അവൻ വളർന്നു വലുതാകുന്ന സമയം നന്നായി ഉണർച്ചയോടുകൂടി ഏറ്റവും നന്നായി കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഒരിക്കലും ഉപ്പാന്റെ ഉമ്മന്റെയും വീട്ടിലൊന്നുമല്ല. നമുക്കറിയാവുന്ന നമുക്കൊക്കെ മക്കളുണ്ടല്ലോ, നല്ല സമയം, നല്ല ഫ്രഷ്നെസ് ഉള്ള നല്ലൊരു ജീവിതത്തിന് നല്ലൊരു ഭാഗവും അധ്യാപകരുടെ മുമ്പിലാണ്. പലപ്പോഴും അധ്യാപകർ തന്നെ വേലി തന്നെ വിളവ് തിന്നുന്ന ഒരവസ്ഥയും അതിന് സംവിധാനങ്ങളും സിസ്റ്റവും ഒക്കെ ഉടപിടിക്കുന്ന ഒരവസ്ഥയൊക്കെയാണ് നമ്മുടെ ചുറ്റുപാടിലുള്ളത്, അല്ലെ? ലിവർ നേരത്തെ പറഞ്ഞ ഈ ചിന്തകളൊക്കെ പലപ്പോഴും നമ്മുടെ മക്കളിൽ നിന്ന് വരുന്നത് വിദ്യാലയങ്ങളിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ നമ്മുടെ സിസ്റ്റങ്ങളിൽ നിന്നൊക്കെയാണ്. ഏത് ഇങ്ങനെയൊക്കെ മതി, ഇങ്ങനെയൊക്കെയാണ് ആവേണ്ടത്, നിങ്ങളാ വിചാരിച്ച പോലെയൊന്നല്ല എന്ന് നമ്മളോട് നമ്മുടെ മക്കൾ പറയുന്നുവെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചതല്ലത്. അതുകൊണ്ട് സമൂഹത്തെ, ഒരു രാജ്യത്തെ, ചുറ്റുപാടിനെയൊക്കെ നേർവഴിയിലാക്കാൻ കഴിയുന്ന അധ്യാപകർ അവർ വളരെ ഗൗരവത്തോടുകൂടി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വരുന്ന ഞായറാഴ്ച പെരിന്തൽമണ്ണയിൽ വെച്ച് കേരളത്തിലെ അധ്യാപകരെ മാത്രം ഉൾപ്പെടുത്തി ഒരു മഹാസംഗമം നടക്കുന്നുണ്ട്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ. പറ്റുന്ന ആളുകൾ, ഈ പ്രദേശത്ത് ശബ്ദം കേൾക്കുന്നവർ, നമ്മുടെ കൂട്ടത്തിൽ സഹോദരിമാരോ സഹോദരങ്ങളോ നമ്മുടെ കുടുംബത്തിലോ മക്കളെ പഠിപ്പിക്കുന്ന അധ്യാപകരൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും നഷ്ടമാവില്ലെന്ന് ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ് ഇതിനില്ല, അവിടേക്ക് എത്താൻ ശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ സത്യസന്ധമായി ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അത് മനുഷ്യ സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാൻ അറിവും ആരോഗ്യവും ആഫിയത്തും ഒക്കെ നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പാപങ്ങൾ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നാം ചെയ്യുന്ന അമലുകൾ കുറ്റമറ്റ സൽക്കർമ്മങ്ങളായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. വന്നുപോയ പാപങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ട മാതാക്കൾ, പിതാക്കൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, സത്യവിശ്വാസികൾ, അവരുടെ ഖബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഖബർ ശിക്ഷയിൽ നിന്ന്, നരകശിക്ഷയിൽ നിന്ന് അവരെ നമ്മയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാം അള്ളാഹു ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. രോഗം, കടം, മാനസിക ശാരീരിക പ്രയാസങ്ങൾ ഉൾപ്പെടുന്ന ഒട്ടനേകം സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ നമ്മോടൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു ആഫിയത്ത് നൽകി, ആരോഗ്യം നൽകി, ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ നമ്മൾ മാസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്, പരീക്ഷകൾ അനുഭവിക്കുന്നുണ്ട്. അള്ളാഹു ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക്, അവിടെയുള്ള സുഹൃത്തുക്കൾക്ക്, സഹോദരങ്ങൾക്ക് അള്ളാഹു ഷഹീദിന്റെ ഉന്നത മർത്തബ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد والحمد لله رب العالمين.